Hallelujah. Hallelujah. All right. So, as we were worshiping today, I sense in my heart that this is a day of freedom. ആരാധനയുടെ സമയത്ത് ഞാൻ എൻ്റെ ആത്മാവിൽ കേൾക്കുകയാണ്, ഇത് സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. It's not that today is the day of freedom. Every day in God's presence is a day of freedom. ഇന്ന് തന്നെ ഒരു സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണെന്നല്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ദൈവ സാന്നിധ്യത്തിൽ നിശ്ചയമായും ഏതൊരു ദിവസവും സ്വാതന്ത്ര്യത്തിന്റെ ദിവസമാണ്. But the word of God today might deliver many into a state of new level of freedom. എന്നാൽ ദൈവത്തിന്റെ വചനം ഒരു പുതിയ നിലവാരത്തിലുള്ള അളവിലുള്ള സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് പലരെയും വിടുവിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. And I believe that's the work of the Holy Spirit. ഞാൻ വിശ്വസിക്കുന്നു അത് പരിശുദ്ധാത്മാവിന്റെ വേലയാണ്. And so if you're ready, can we say, do your way, Holy Spirit? നിങ്ങൾ ഒരുങ്ങിയിരിക്കുന്നുവെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനോട് ചോദിക്കാമോ, പറയാമോ, അങ്ങയുടെ പ്രവൃത്തി അങ്ങ് ചെയ്യണമേ. You did not translate it correctly because nobody answered to that. I said, yeah, please tell to the Holy Spirit, do your way today. Have your way today. പരിശുദ്ധാത്മാവിനോട് പറയാമോ, അങ്ങയുടെ പ്രവൃത്തി അങ്ങ് ഇന്ന് ചെയ്യണമേ. Why is the voice this side higher than this side? എന്തുകൊണ്ടാണ് ഈ വശത്ത് മാത്രമേ ശബ്ദം കേൾക്കുന്നുള്ളൂ? Have your way, Holy Spirit. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വഴി എന്നിൽ ചെയ്യണമേ. You know, these are prayers which the Lord answers. ഈ പ്രാർത്ഥനകളെല്ലാം ദൈവം ഉത്തരം നൽകുന്ന പ്രാർത്ഥനകളാണ്. You know, short prayers the Lord answers. ചെറുതായിട്ടുള്ള പ്രാർത്ഥനകൾ ദൈവം ഉത്തരം നൽകും. You know, short prayers like here I am. അടിയനിതാ എന്നുള്ള പ്രാർത്ഥന. Have your way. അങ്ങയുടെ പ്രവൃത്തി എന്നിൽ ചെയ്യണമേ. The Lord rolls up his sleeves and he says, okay, let's do it. കർത്താവ് ഇങ്ങനെ റോളൊക്കെ സ്ലീവ്സ് ഒക്കെ ഒന്ന് ചുരുട്ടിയിട്ട് പറയും, എന്നാ ഇപ്പൊ തന്നെ അങ്ങ് ചെയ്തേക്കാം. He's looking for somebody who will say, Lord, have your way. അങ്ങയുടെ പ്രവൃത്തി എന്നിൽ ചെയ്യണമേ എന്ന് ചോദിക്കുന്ന ചിലരെ കർത്താവ് നോക്കി നിൽക്കും. Can we tell that loudly once again? Have your way, Holy Spirit, in our midst. അത് പറയാമോ, കർത്താവേ അങ്ങയുടെ പ്രവൃത്തി എന്നിൽ ചെയ്യണമേ. Yes, so we've been meditating on this word surrender. ഈ വിധേയപ്പെടുക എന്നുള്ള വാക്കിൽ നാം ധ്യാനിച്ചുകൊണ്ടേയിരിക്കുന്നു. And we declared that this year is a year of total surrender. നാം പ്രഖ്യാപിക്കുകയും ചെയ്തു, അതായത് ഈ വർഷം എന്ന് പറയുന്നത് സമ്പൂർണ്ണ വിധേയത്വത്തിൻ്റെതായിട്ടുള്ള വർഷമാണ്. Not that in 2025 we won't surrender. 2025 നാം സമർപ്പിക്കുകയില്ല അല്ലെങ്കിൽ വിധേയപ്പെടുകയില്ല എന്ന അർത്ഥത്തിലല്ല. We will get into a lifestyle of surrender from this year. എന്നാൽ ഈ വർഷം തൊട്ട് നാം വിധേയത്വത്തിൻ്റെതായിട്ടുള്ള ഒരു ജീവിത രീതിയിലേക്ക് നാം പ്രവേശിക്കും. And we will have to surrender to this great I am all the days of our life. അതോടൊപ്പം തന്നെ ഈ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് പറയുന്ന ഈ ദൈവത്തിന് നാം സമ്പൂർണ്ണമായി നമ്മുടെ ദിവസങ്ങളൊക്കെയും നാം സമർപ്പിക്കണം അല്ലെങ്കിൽ വിധേയപ്പെടണം. But surrender is a military term. എന്നാൽ ഈ വിധേയപ്പെടുക എന്ന് പറയുന്നത് പട്ടാളത്തിലുള്ള ഒരു വാക്കാണ്. It's when two conflicts are happening. ഒരു സംഘർഷം സംഭവിക്കുമ്പോൾ it's a battle term. അത് ഒരു യുദ്ധത്തിന്റെ വാക്കാണ്. When one party who's able to overtake by power the other party surrenders. ഒരു ഭാഗം മറ്റൊരു ഭാഗത്തെ ജയിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അപ്പോഴാണ് അല്ലെങ്കിൽ ജയിക്കുമ്പോഴാണ് മറ്റു ഭാഗം അവർ വിധേയപ്പെടുന്നത്. It's usually when surrender happens, we surrender the arms, we surrender our material, when we will tell them, okay, now we belong to you. ആ കീഴ്പ്പെടൽ സംഭവിക്കുമ്പോഴാകുന്നു നമ്മളെ തന്നെ കീഴ്പ്പെടുത്തുന്നതും അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ആയുധങ്ങളും എല്ലാം നാം കീഴ്പ്പെടുത്തുന്നത്. Therefore, when we think of the word surrender, we think we will have to lose many things. അതുകൊണ്ട് പലപ്പോഴും നാം ഈ വിധേയപ്പെടുക എന്നുള്ള വാക്ക് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിക്കുന്നത് പോലെയാണ് നാം ചിന്തിക്കുന്നത്. And we think surrender is a place where weak people give in to somebody who is strong. അതോടൊപ്പം തന്നെ നാം ചിന്തിക്കുന്നത് വിധേയപ്പെടുക എന്ന് പറയുന്നത് ഒരു ബലവാന്റെ മുമ്പിൽ ബലഹീനരായിട്ടുള്ളവർ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് നാം ചിന്തിക്കുന്നത്. Or we might think surrender is a place where we are defeated and therefore we surrender. അല്ലെങ്കിൽ നാം ചിന്തിക്കുന്നത് വിധേയപ്പെടുക എന്ന് പറയുന്നത് തോൽവി കാരണം നാം ആ ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു എന്ന് നാം ചിന്തിക്കുന്നു. And sometimes in surrender we negotiate. അല്ലെങ്കിൽ ചില സമയത്ത് കീഴ്പ്പെടലിന്റെ സമയത്ത് നാം ചർച്ചകളിലേക്ക് ചെല്ലുന്നു. See, these are our imagination of the word surrender. കീഴ്പ്പെടുക അല്ലെങ്കിൽ വിധേയപ്പെടുക എന്നുള്ള വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സുള്ള ചിന്തകൾ ഏതൊക്കെയാണ്? Just like any other word, the word surrender in kingdom is got a very different meaning. മറ്റേതൊരു വാക്കിനെ പോലെയും ദൈവരാജ്യത്തിൽ വിധേയപ്പെടുക എന്ന് പറയുന്നതിന് പൂർണ്ണമായും വ്യത്യസ്തമായിട്ടുള്ള അനുഭവമാണ്. In the kingdom of God, when we surrender, we don't lose,
we only gain in the kingdom of God. ദൈവരാജ്യത്തിൽ നാം വിധേയപ്പെടുമ്പോൾ നമുക്ക് നഷ്ടമല്ല ഉണ്ടാകുന്നത്, നമുക്ക് ലാഭങ്ങൾ മാത്രമേ ഉണ്ടാകുന്നുള്ളൂ. In the kingdom of God we surrender not because we lost a battle, but because Christ won our battle for us. നാം ദൈവരാജ്യത്തിൽ വിധേയപ്പെടുന്നത് നാം ഒരു യുദ്ധം തോറ്റതുകൊണ്ടല്ല, എന്നാൽ യേശുക്രിസ്തു നമുക്ക് വേണ്ടി ജയിച്ചതുകൊണ്ടാകും. In kingdom we don't surrender because of defeat, we surrender because of a great love of our Father. നാം ദൈവരാജ്യത്തിൽ വിധേയപ്പെടുന്നത് നാം തോൽവി ആയതുകൊണ്ടല്ല, എന്നാൽ നമ്മുടെ പിതാവാകുന്ന ദൈവത്തിന്റെ വലിയ സ്നേഹം മുഖാന്തരമാണ്. In the kingdom of God when we surrender we don't negotiate, we go ahead and we give completely because we trust this Father. നാം ദൈവരാജ്യത്തിൽ നാം വിധേയപ്പെടുമ്പോൾ നാം ചർച്ചകളിലേക്കോ സംഭാഷണങ്ങളിലേക്കോ പോകുന്നില്ല, നാം പൂർണ്ണ മനസ്സോടെ വിധേയപ്പെടുന്നു. കാരണം ഈ ദൈവത്തിൽ, പിതാവാകുന്ന ദൈവത്തിൽ നാം വിശ്വസിക്കുന്നു. In the kingdom of God our surrender is a response to the love of our Father. ദൈവരാജ്യത്തിൽ നമ്മുടെ വിധേയപ്പെടൽ എന്ന് പറയുന്നത് ഈ പിതാവാകുന്ന ദൈവത്തിന്റെ സ്നേഹത്തോടുള്ള നമ്മുടെ പ്രതികരണമാകും. So there is difference in the way the world sees and the word surrender in the kingdom. അതുകൊണ്ട് ലോകം കാണുന്നതും അതോടൊപ്പം തന്നെ സ്വർഗം കാണുന്നതും ഈ വിധേയപ്പെടൽ എന്നുള്ള വാക്ക് വളരെ വ്യത്യസ്തമാണ്. But one thing is common. എന്നാൽ ഒരു കാര്യം പൊതുവാണ്. Surrender requires an encounter. തീർച്ചയായിട്ടും ഈ വിധേയപ്പെടലിന് ഒരു ഏറ്റുമുട്ടൽ അല്ലെങ്കിൽ ഒരു കണ്ടുമുട്ടൽ ആവശ്യമാണ്. It happens when we encounter. അവിടെ ഒരു കണ്ടുമുട്ടൽ ഉണ്ടാകുമ്പോഴാണ് അത് സംഭവിക്കുന്നത്. What in worldly terms could be a battle, but in Christian terms it's an encounter with the living God. ഒരു ലോകപരമായുള്ള രീതിയിൽ അതൊരു യുദ്ധമായിരിക്കാം, എന്നാൽ ക്രിസ്തീയ ജീവിതത്തെ സംബന്ധിച്ച് അത് ഈ നാഥനെ കണ്ടുമുട്ടുന്ന ഒരു അനുഭവമാണ്. And when we encounter this living God, we willfully surrender. നാം ഈ ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നാം യഥാർത്ഥത്തിൽ പൂർണ്ണ ഇഷ്ടത്തോടുകൂടെ നാം വിധേയപ്പെടുന്നു. We are not forced to surrender, but when we encounter this living God, we stand in awe and we surrender out of love to this Father. ഈ ജീവനുള്ള ദൈവത്തെ നാം കാണുമ്പോൾ, ആ കണ്ടുമുട്ടൽ സംഭവിക്കുമ്പോൾ ആരുടെയും നിർബന്ധത്താലല്ല, എന്നാൽ പൂർണ്ണ ഇഷ്ടത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ നാം വിധേയപ്പെടുന്നു. We are not forced to surrender, we choose to surrender. നാം ആരുടെയും നിർബന്ധത്താലല്ല നാം വിധേയപ്പെടുന്നത്, എന്നാൽ നമ്മുടെ തിരഞ്ഞെടുപ്പ് മുഖാന്തരം നാം സമർപ്പിക്കുന്നു. Because we encountered a king. കാരണം നാം കണ്ടത് അല്ലെങ്കിൽ ആ കണ്ടുമുട്ടൽ സംഭവിച്ചത് ഈ രാജാവുമായിട്ടാണ്. And therefore we need an encounter with the king. അതുകൊണ്ട് ഈ രാജാവുമായിട്ട് നമുക്കൊരു കണ്ടുമുട്ടൽ ഉണ്ടായേ മതിയാകും. Every time we encounter the king, we surrender to the king. ഓരോ തവണയും നാം ഈ രാജാവിനെ കണ്ടുമുട്ടുമ്പോൾ നാം വിധേയപ്പെടുന്നു. Some of us have encountered this king as God, our provider, Jehovah Jireh. ചിലർ ഈ രാജാവിനെ കണ്ടുമുട്ടിയിരിക്കുന്നത് യഹോവ ഇരേ, നമ്മുടെ ദാതാവായിരിക്കുന്ന ദൈവമായിട്ടാണ്. So we surrender in the area of our needs. അതുകൊണ്ട് നമ്മുടെ ആവശ്യങ്ങളുടെ മേഖലയിൽ നാം വിധേയപ്പെടുകയാണ്. Some of us have encountered Jehovah Rapha, the Lord our healer, and so we surrender our health needs to him. ചിലരാണെങ്കിൽ ഈ രാജാവിനെ കണ്ടുമുട്ടിയിരിക്കുന്നത് യഹോവ റാഫ, നമ്മുടെ സൗഖ്യം നൽകുന്ന ദൈവമായിട്ടാകുന്നു. അതുകൊണ്ട് എൻ്റെ ആരോഗ്യത്തിന്റെ മേഖല ഞാൻ ഈ രാജാവിനെ വിധേയപ്പെട്ടു. Some of us have encountered Jehovah Shalom, the Lord of peace, so our troubles we have surrendered to this Jehovah Shalom. ചിലർ ഈ രാജാവിനെ കണ്ടുമുട്ടിയിരിക്കുന്നത് യഹോവ ശലോമായിട്ടാകുന്നു, എൻ്റെ സമാധാനമാകുന്ന ദൈവം. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം ഞാൻ ഈ ദൈവത്തിന് മുമ്പാകെ, രാജാവിന് മുമ്പാകെ വിധേയപ്പെടുത്തുകയാണ്. How many such encounters do you think we need? അങ്ങനെ എത്ര കണ്ടുമുട്ടലുകൾ നമുക്ക് വേണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു? How many encounters did you have so far? ഇതുവരെ നിങ്ങൾക്ക് അങ്ങനെ എത്ര കണ്ടുമുട്ടലുകളുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട്? And I believe it will take an eternity to encounter all the characters and the attributes of this great God. ഈ മഹാനായിട്ടുള്ള ദൈവത്തിന്റെ എല്ലാ സവിശേഷതകളും നാം അറിയണമെങ്കിൽ നിത്യതയോളം നാം ഈ കണ്ടുമുട്ടലുകൾ അനുഭവിച്ചേ മതിയാകും. We will encounter this great God all over our life. നമ്മുടെ ജീവിതം മുഴുവനും, ജീവകാലം മുഴുവനും ഈ മഹാനായിരിക്കുന്ന ദൈവത്തെ നാം കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. Every time we encounter a new dimension, we surrender to this king. ഓരോ തവണയും ഈ ദൈവത്തിന്റെ അടുത്ത ഒരു തലം നാം കണ്ടുമുട്ടുമ്പോൾ നാം വീണ്ടും വീണ്ടും വിധേയപ്പെടും. We encounter him as a creator. നാം സൃഷ്ടാവായിക്കൊണ്ട് ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നു. As El Shaddai, the Lord all powerful, we encounter him. സർവശക്തനായിരിക്കുന്ന ദൈവമാകുന്ന എൽ ഷദായായി നാം ഈ ദൈവത്തെ കണ്ടുമുട്ടുന്നു. He's the Elohim, the true God. സത്യദൈവമാകുന്ന എലോഹിമാകുന്നു ഈ ദൈവം. He's the great I am. We have to encounter him. ഞാനാകുന്നു എന്ന് പറയുന്ന മഹാനായ ദൈവം ഈ ദൈവമാകുന്നു. നാം ഈ ദൈവത്തെ കണ്ടുമുട്ടിയേ He's the മതിയാകും. God
God of victory. ജയത്തിന്റെ ദൈവമാകുന്നു. And I believe this year we will encounter him in different dimensions all through this year, that we will keep on surrendering to the different encounters that we will have with this king. ഞാൻ വിശ്വസിക്കുന്നു ഈ വർഷം തുടർച്ചയായി നാം ദൈവത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ നാം കണ്ടുമുട്ടിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നാം പൂർണ്ണമായിട്ടുള്ള സമർപ്പണത്തിന്റെ അനുഭവത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കും. How many want to receive that? Say amen to it. എത്ര പേർക്ക് അത് സ്വീകരിച്ച് ആമേൻ എന്ന് പ്രതികരിക്കാൻ ആഗ്രഹമുണ്ട്? Do not get tired of this encounter with this king. ദൈവവുമായിട്ടുള്ള ഈ രാജാവുമായിട്ടുള്ള കണ്ടുമുട്ടലിനെ സംബന്ധിച്ച് നിങ്ങൾ തളർന്നു പോകരുത്. Hunger to encounter this king. ഈ രാജാവിനെ കണ്ടുമുട്ടുവാനായിട്ട് വലിയ ദാഹം നിങ്ങൾ ഉണ്ടാകട്ടെ. I believe there is a release of hunger to encounter new dimensions of this king every day of your life. ഞാൻ വിശ്വസിക്കുന്നു അനുദിനം ഈ രാജാവിന്റെ വ്യത്യസ്തമായിട്ടുള്ള തലങ്ങളെ കണ്ടുമുട്ടുവാനായിട്ടുള്ള ഒരു വലിയ കൃപ ഇപ്പോൾ പകരപ്പെടുകയാണ്. Not because he has encountered Jehovah Rapha, I want to encounter Jehovah Rapha. അദ്ദേഹം യഹോവ റാഫയെ കണ്ടുമുട്ടിയത് കൊണ്ടല്ല, എന്നാൽ എനിക്ക് ഈ യഹോവ റാഫയെ കണ്ടുമുട്ടണം. I want to encounter the holy God. ഈ പരിശുദ്ധനായിട്ടുള്ള ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടണം. I want to encounter the Lord God Almighty. സർവശക്തനായിരിക്കുന്ന ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടണം. I want to encounter the God of all wisdom. സകല ജ്ഞാനത്തിന്റെയും ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടണം. I want to encounter the all-knowing God all over again this year. സർവജ്ഞാനിയായിരിക്കുന്ന ദൈവത്തിനെ എനിക്ക് ഈ വർഷം കണ്ടുമുട്ടണം. I want to encounter the King of Kings. രാജാധിരാജനെ എനിക്ക് കണ്ടുമുട്ടണം. I want to encounter the Prince of Peace. സമാധാന പ്രഭുവിനെ എനിക്ക് കണ്ടുമുട്ടണം. I want to encounter the Lord of Lords. കർത്താദി കർത്തനെ എനിക്ക് I കണ്ടുമുട്ടണം. want to encounter the sovereign God. ഈ പരമോന്നതനായിരിക്കുന്ന ദൈവത്തെ എനിക്ക് കണ്ടുമുട്ടണം. I want to tell you, every time you encounter, you surrender that in that dimension of God. ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങൾ ഓരോ തവണയും നിങ്ങൾ ദൈവത്തിന് ആ വ്യത്യസ്ത തലത്തെ നിങ്ങൾ കണ്ടുമുട്ടുമ്പോൾ നിങ്ങൾ ആ മേഖല നിങ്ങൾ ദൈവത്തിന് വിധേയപ്പെടുത്തും. You want to receive it? നിങ്ങൾക്കത് സ്വീകരിക്കാൻ ആഗ്രഹമുണ്ടോ? Can you tell this loudly? I want to encounter Jesus in a new dimension. നിങ്ങൾക്ക് ഉറക്കെ പറയാമോ? എനിക്ക് യേശുവിനെ എല്ലാ തലങ്ങളിലും എനിക്ക് കണ്ടുമുട്ടണം. Make it your prayer. Father, I want to encounter you every day of my life. അത് നിങ്ങളുടെ പ്രാർത്ഥനയാകട്ടെ. പിതാവേ, എനിക്ക് അനുദിനം അങ്ങയെ കണ്ടുമുട്ടണം. I want to know you in a dimension where I have never experienced before. ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തലത്തിൽ എനിക്ക് അങ്ങയെ കണ്ടുമുട്ടണം. Lord, reveal yourself to me. കർത്താവേ, അങ്ങ് അങ്ങയെ തന്നെ എന്നോട് വെളിപ്പെടുത്തണമേ. Lord, reveal a new nature of yours to me. കർത്താവേ, അങ്ങയുടെ പുതിയ ഒരു സ്വഭാവം അങ്ങ് എന്നോട് വെളിപ്പെടുത്തണമേ. Lord, reveal a nature which I might have heard, but I want to experience it. I want to encounter that nature. കർത്താവേ, അങ്ങയെക്കുറിച്ച് അങ്ങയുടെ സ്വഭാവത്തിന്റെ പുതിയ ഒരു തലത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ടാകാം, എന്നാൽ ഞാൻ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ആ മണ്ഡലം എനിക്ക് വെളിപ്പെടുത്തണമേ. I want to let you know the Lord says there is so much to encounter about him. ഞാൻ നിങ്ങളോട് പറയട്ടെ, കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നത് യേശുവിനെ കുറിച്ച് ഇനിയും എത്രയോ തലങ്ങൾ നാം കണ്ടുമുട്ടുവാനിരിക്കുന്നു. Seek after him. ദൈവത്തിന് പുറകെ അന്വേഷിക്കുക. Seek him. ദൈവത്തെ അന്വേഷിക്കുക. Seek him to know him more. ദൈവത്തെ കൂടുതൽ അറിയുവാനായിട്ട് നിങ്ങൾ അന്വേഷിക്കുക. Holy Spirit, let there be a release of a new level of hunger amongst the house of God. പരിശുദ്ധാത്മാവേ, ദൈവത്തിൻ്റെതായിട്ടുള്ള ഭവനത്തിൽ അങ്ങേ കൂടുതലായിട്ട് അറിയുവാനായിട്ടുള്ള വിശപ്പ് വർദ്ധിക്കട്ടെ. Every complacency, I rebuke it out of this place in the name of Jesus. ഇവിടെയുള്ള എല്ലാ അലസതയുടേതായിട്ടുള്ള ആ മനോഭാവവും യേശുവിന്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു. Let there be a stirring up of hunger in the name of Jesus. യേശുവിന്റെ നാമത്തിൽ ആ ദൈവകാര്യങ്ങൾക്കായിട്ടുള്ള വിശപ്പ് വർദ്ധിക്കട്ടെ. Hunger and thirst for his righteousness. ദൈവത്തിൻ്റെതായിട്ടുള്ള നീതിയെ സംബന്ധിച്ചുള്ള വിശപ്പും ദാഹവും വർദ്ധിക്കട്ടെ. Let the people would pursue God. വ്യക്തികൾ യഥാർത്ഥത്തിൽ ദൈവത്തെ അന്വേഷിച്ച് പിന്തുടരട്ടെ. Spirit of God, won't you do this work amongst us today? ദൈവത്തിന്റെ ആത്മാവേ, ഇന്ന് ഞങ്ങളുടെ മധ്യേ അങ്ങ് ഈ പ്രവൃത്തി ചെയ്യുകയല്ലേ? In Jesus' name, everybody said, യേശുവിന്റെ നാമത്തിൽ ഉറക്കെ പറഞ്ഞാട്ടെ. Amen. And you said, so be it. ആമേൻ. അങ്ങനെ തന്നെ ആകട്ടെ എന്നതിന്റെ അർത്ഥമാകും. All right, today I want to talk about another dimension of God. ഇന്ന് ദൈവത്തിന്റെ അടുത്ത ഒരു തലത്തെക്കുറിച്ച് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. You know, we sang in fact today, Jehovah Shalom, Jehovah Shammah, Jehovah Rapha, Jehovah Rohi, and in all this, these are different attributes of God. നാം ഇന്ന് പാടുകയുണ്ടായി യഹോവ ഷമ്മ, യഹോവ ഈരേ. ഇതെല്ലാം ദൈവത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവ സവിശേഷതകളാണ്. And all this are true. ഇതെല്ലാം സത്യമാണ്. Like any other
attributes of God, they are all infinite in nature. മറ്റെല്ലാം ശരിയായിരിക്കുന്നത് പോലെ ഇതെല്ലാം അവസാനം വരെ സത്യമാകും. And they are all together. It's not that one day he's Jehovah Shammah, other day he's Jehovah Shalom. No. On the day he's Shammah, he's also Shalom. He's also righteous. He's also true. He's also king. He's all together. ഇതെല്ലാം ഏതെങ്കിലും ദിവസം പ്രത്യേകമായിട്ടല്ല, എന്നാൽ എല്ലാ ദിവസവും ഈ ദൈവം യഹോവ ശലോം ആകുന്നു, യഹോവ ഇരയാകുന്നു, നീതിയാകുന്ന ദൈവമാകുന്നു, രാജാതി രാജനാകുന്നു. എല്ലാം ദൈവമാകുന്നവൻ തന്നെ ദൈവമാകുന്നു. But very rarely I have heard about the righteousness of God in our singing. എന്നാൽ പലപ്പോഴും നമ്മുടെ പാട്ടുകളിലെല്ലാം വളരെ അല്പം മാത്രമേ ദൈവത്തിന്റെ നീതിയെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. But that's so very foundational that we are righteous because God is our righteousness. എന്നാൽ ഇത് വളരെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സത്യമാണ്. നാം ദൈവം നീതിയുള്ളവനാകിയാൽ നാം നീതിയുള്ളവരായിരിക്കുന്നു. God is our righteousness. ദൈവം നമ്മുടെ നീതിയായിരിക്കുന്നു. And the name for it is Jehovah Tsidkenu. യഹോവ സിദ്കെനു എന്നാകുന്നു അതിന്റെ പേര്. Have you heard any song with Jehovah Tsidkenu in it? നിങ്ങൾ ആരെങ്കിലും യഹോവ സിദ്കെനു എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? Yeah. Okay, nice. നല്ല കാര്യം. But without Jehovah Tsidkenu, the Lord our righteousness, we cannot even stand before God. എന്നാൽ യഹോവ സിദ്കെനു ആകുന്ന നീതിയാകുന്ന ദൈവം നമുക്കില്ല എങ്കിൽ ദൈവത്തിന് മുമ്പേ നിൽക്കാൻ പോലും നമുക്ക് കഴിയുകയില്ല. Because God is a righteous God. കാരണം ദൈവം നീതിയുള്ള ദൈവമാകുന്നു. Everything that he does is right. ദൈവം ചെയ്യുന്നതെല്ലാം നീതിയോടെയാകും. You might have thought, why God? Why is it this happening? But everything God does is right. ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചിട്ടാകാം, ദൈവമേ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്. എന്നാൽ ദൈവം ചെയ്യുന്നതെല്ലാം നീതിയോടെയാകും. And whatever God does is in consistence with his nature and character. എന്നാൽ ഈ ദൈവം ചെയ്യുന്നത് മുഴുവൻ ദൈവത്തിൻ്റെതായിട്ടുള്ള സ്വഭാവത്തോടും ദൈവത്തിൻ്റെതായിട്ടുള്ള രീതികളോടും എല്ലാം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നു. And he's perfect in every way. ദൈവം തന്റെ സകല വഴികളിലും തികഞ്ഞ ദൈവമാകും. Righteous would mean you're right according to a certain standard. നീതീകരിക്കപ്പെടുക എന്ന് പറയുന്നത് ഏതോ ചില നിലവാരങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ യോഗ്യരായിരിക്കുന്നു എന്നുള്ള അർത്ഥമാണ്. See, in the country that we are in, there is certain laws and we are rightfully following those laws, so we are right citizens. നാം ആയിരിക്കുന്ന രാജ്യത്ത് ചില നിയമങ്ങളുണ്ട്. നാം അത് ശരിയായ രീതിയിൽ നാം അത് ചെയ്യുമ്പോൾ നാം ശരിയായിട്ടുള്ള നീതീകരിക്കപ്പെട്ട പൗരന്മാരാകും. And if God has to be righteous, he has to agree to certain standards. ദൈവം നീതിയുള്ള ദൈവമാകണമെങ്കിൽ ചില നിലവാരങ്ങളോട് യോജിച്ചിരിക്കണം. But there is no one higher than God who can set some standard. എന്നാൽ ദൈവത്തെക്കാൾ ഉപരിയായിട്ട് മുകളിലായിട്ട് മറ്റാരുമില്ല അങ്ങനെ നിലവാരങ്ങൾ വെക്കുവാൻ. Because he is the standard. കാരണം ദൈവമാകുന്നു നിലവാരം. Every law that he has uttered, that is the standard. ദൈവം കൽപ്പിച്ചിരിക്കുന്ന എല്ലാ പ്രമാണങ്ങളും നിയമങ്ങളും അതാകുന്നു ദൈവത്തിന്റെ നിലവാരം. See, he does not abide by somebody's law, he is the law. ദൈവം ആരുടെയോ നിയമങ്ങൾക്ക് അനുസരിച്ച് ജീവിക്കുകയല്ല, ദൈവമാകുന്നു പ്രമാണം. He does not go by doing somebody saying this is right. He does what he does is right. ദൈവം ആരെങ്കിലും ശരിയെന്ന് പറയുന്നത് ചെയ്യുകയല്ല ചെയ്യുന്നത്, എന്നാൽ ദൈവം ചെയ്യുന്നത് ശരിയായി ദൈവം ചെയ്യുന്നു. He is perfect in every way. ദൈവം തന്റെ സകല വഴികളെ സംബന്ധിച്ചും തികഞ്ഞ ദൈവമാകും. There is no scope for doing something which is not right in God's standard. ദൈവത്തിന്റെ നിലവാരത്തെ സംബന്ധിച്ച് ശരിയല്ലാത്ത നീതിയല്ലാത്ത എന്തെങ്കിലും ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല. Okay, while typing the sentence itself, I was feeling very, very, very difficult. ഈ കാര്യങ്ങൾ ഞാൻ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നുകയായിരുന്നു. Think about it. God is incapable to do wrong. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാട്ടെ, ദൈവത്തിന് തെറ്റ് ചെയ്യുവാനുള്ള കഴിവില്ല. I was finding it difficult to write incapable. അത് പറയുവാൻ അല്ലെങ്കിൽ അത് ടൈപ്പ് ചെയ്യുവാൻ എനിക്ക് ബുദ്ധിമുട്ടായിരുന്നു. Are you with me? Can God be incapable? ദൈവത്തിന് കഴിവില്ല എന്ന് പറയാൻ കഴിയുമോ? He is incapable to do anything wrong. എന്നാൽ ദൈവത്തിന് തെറ്റുകൾ ചെയ്യുവാനുള്ള കഴിവില്ല. He is incapable to go against the laws. ദൈവത്തിന് തന്റെ നിയമങ്ങൾക്ക് വിരുദ്ധമായി പോകുവാനുള്ള കഴിവില്ല. He is incapable to
move away from his nature. ദൈവത്തിന്റെ സ്വഭാവത്തിൽ നിന്ന് മാറി നിൽക്കുവാനുള്ള കഴിവ് ദൈവത്തിനില്ല. See, he's incapable to increase his wisdom or decrease his wisdom. His wisdom. ദൈവത്തിന് തന്റെ ജ്ഞാനത്തെ വർദ്ധിപ്പിക്കുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. കാരണം ദൈവം സകല ജ്ഞാനവുമാകും. See, God cannot increase his love for you or decrease his love. His love. ദൈവത്തിന് തന്റെ സ്നേഹം നമ്മളോടുള്ളത് കുറയ്ക്കുവാനോ കൂട്ടുവാനോ കഴിയുകയില്ല. കാരണം ദൈവം സ്നേഹമാകും. God cannot increase his righteousness or decrease his righteousness. He is righteous. ദൈവം തന്റെ നീതി അത് കൂട്ടുവാനോ കുറയ്ക്കുവാനോ കഴിയുകയില്ല. കാരണം ദൈവം തന്നെ നീതിയാകും. Are you with me? നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? Are you with me? നിങ്ങൾ എന്നോട് കൂടെ? I just want some mind to get open to see a glimpse of who he is. We will never get the complete picture, but somewhere a dot probably is getting revealed. ഞാൻ ഇന്ന് ആഗ്രഹിക്കുന്നത് ചില മനസ്സുകൾ തുറന്ന് ദൈവം ആരാകുന്നു എന്നുള്ളത് അല്പമെങ്കിലും മനസ്സിലാകുവാനായിട്ട് കഴിയുന്നെങ്കിൽ അത് അനുഗ്രഹമായിരിക്കും. You can never persuade God to do anything that contradicts his nature. ഈ ദൈവത്തിന് എന്ന് പറയുന്നത് തന്റെ സ്വഭാവത്തിന് വിരുദ്ധമായിട്ട് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. Are you with me? നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ടോ? He will do exactly according to his nature. തന്റെ സ്വഭാവത്തിനോട് അനുരൂപമായിരിക്കുന്ന ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുകയുള്ളൂ. Because he is right. കാരണം ദൈവം നീതിയുള്ള ദൈവമാണ്. He is perfect. ദൈവം തികഞ്ഞ ദൈവമാണ്. He is just. ദൈവം ന്യായവാനായ ദൈവമാണ്. He is merciful. ദൈവം കരുണാസമ്പന്നനായ ദൈവമാണ്. Again, as I mentioned earlier, it is not either or, it is all together at the same time. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് ഏതെങ്കിലും അല്ല, ദൈവം ഇതെല്ലാം ഒരേ സമയത്ത് തന്നെ ആയിരിക്കുന്നു. And to this perfect God, ഈ തികഞ്ഞ ദൈവത്തിനെ സംബന്ധിച്ച് if we were to stand in his presence, നാം ഈ ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുവാനാണെങ്കിൽ, and if there is anything that is missing, നമ്മളുടെ അകത്ത് എന്തെങ്കിലും കുറവുകൾ ഉണ്ടെങ്കിൽ, anything that is not according to his standards, ദൈവത്തിന്റെ നിലവാരത്തിനോട് ചേർന്ന് നിൽക്കുവാൻ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, with sin we cannot stand in his presence. നമുക്ക് ദൈവ സാന്നിധ്യത്തിൽ പാപം കൊണ്ട് നിൽക്കുവാൻ കഴിയുകയില്ല. Without aligning to his perfect righteousness, we cannot stand in his presence. ദൈവത്തിന്റെ നീതിയുടെ നിലവാരത്തോട് ചേർന്ന് നിൽക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ ദൈവ സാന്നിധ്യത്തിലായിരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. And though I showed it like this difference is not like this. ഞാൻ ഇങ്ങനെ കാണിച്ചെങ്കിലും ആ വ്യത്യാസം ഇങ്ങനെയൊന്നുമല്ല. You know, even referring as heaven and earth might be because it's again finite. Because I believe God's standard is beyond what we can even understand. His standards of righteousness. ആകാശവും ഭൂമിയും എന്നൊക്കെ പലപ്പോഴും നാം താരതമ്യം ചെയ്യാറുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ നിലവാരം എന്ന് പറയുന്നത് നമുക്ക് ഗ്രഹിക്കാവുന്നതിന് അപ്പുറമാകുന്നു. May God reveal a glimpse of his righteousness. ദൈവത്തിന്റെ നീതിയുടെ ഒരു അല്പമെങ്കിലും ഭാഗം ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരട്ടെ. That we may realize that what we have is nothing but filthy rags. നമുക്ക് തിരിച്ചറിയുവാനായിട്ടും നമ്മുടെ കയ്യിലുള്ളത് ഇപ്രകാരം പഴയതും നശിച്ചതുമായിട്ടുള്ള തകർന്നിരിക്കുന്നതായിട്ടുള്ള തുണിക്കഷ്ണങ്ങൾ പോലെയാണ് നമ്മുടെ നീതി. And we cannot stand with that in the presence of God. ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നമുക്ക് അങ്ങനെ നിൽക്കുവാനും കഴിയുകയില്ല. അതുകൊണ്ട് there is a parable in Matthew chapter 22 which we will read. മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിലുള്ള ഒരു ഉപമ നാം വായിക്കാൻ പോകുന്നു. All right, so this is a parable where Jesus compares the kingdom of heaven is as good as inviting few people or inviting people to the wedding feast of his son. ഇവിടെ യേശു ഇപ്രകാരം ദൈവരാജ്യത്തെ ഒരു സദൃശ്യമാക്കുന്നത് പുത്രന് വേണ്ടി കല്യാണ സദ്യ കഴിച്ച ഒരു രാജാവിനെ ഉപമിക്കുകയാണ്. So verse 3 to 7 is all about the king sent out people, his servants, asking to invite those who were called for this wedding. Go and invite them. അപ്പോൾ ഇവിടെ ഈ 3 തൊട്ട് 7 വരെയുള്ള വാക്യങ്ങൾ രാജാവ് തന്റെ ദാസന്മാരെ അയച്ച് ക്ഷണിക്കപ്പെടേണ്ടവരെ എല്ലാം ക്ഷണിക്കുന്നതായിട്ടുള്ള ഭാഗമാകുന്നു. But those who were invited did not pay attention. They had their busyness, they had other things to do, so many did not turn up. എന്നാൽ ക്ഷണിക്കപ്പെട്ടവരാണെങ്കിലോ അവർ ഈ ക്ഷണം വലുതായിട്ട് ശ്രദ്ധിച്ചില്ല. അവർക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യുവാനുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ സദ്യയ്ക്ക് വന്നില്ല. Some of them even mishandled with this servants who went out to invite them. എന്നാൽ ചിലരാണെങ്കിലോ അവർ ഈ ദാസന്മാരുമായിട്ട് ഈ ക്ഷണിക്കുവാൻ വന്ന ദാസന്മാരുമായിട്ട് വഴക്കിൽ ഏർപ്പെടുകയും ചെയ്തു. So the king said, go to the main highways and invite people who are out there. അതുകൊണ്ട് ഈ രാജാവ് പറയുകയാകുന്നു, ആകയാൽ വഴിത്തലക്കൽ ചെന്ന് കാണുന്നവരെ ഒക്കെയും കല്യാണത്തിന് വിളിപ്പിനെന്ന് പറഞ്ഞു. We'll read verse 10. നാം 10-ാമത്തെ വാക്യം വായിക്കാം. We'll read verse 10 to
13 probably. 10 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. Okay. Verse 10 says, those slaves went out into the streets and gathered together all they found, both evil and good, and the wedding hall was filled with dinner guests. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടു വന്നു. കല്യാണശാല വിരുന്നുകാരെ കൊണ്ട് നിറഞ്ഞു. If you were to take out this parable, this is talking about us. ഈ ഉപമ ആരെക്കുറിച്ച് പറയുന്നത് ചിന്തിക്കുകയാണെങ്കിൽ അത് നമ്മെക്കുറിച്ചാകും. The first round of invitees were the Jewish. ആദ്യത്തെ ഒരു ക്ഷണം എന്ന് പറയുന്നത് യഹൂദർക്കുള്ള ക്ഷണമായിരുന്നു. They did not accept the invitation. അവർ അത് സ്വീകരിച്ചില്ല. And then God the Father said, go out into the highways to Trivandrum and gather some people who were both evil and good. അതിനുശേഷം ദൈവം പറയുകയാണ്, അതായത് നിങ്ങൾ തിരുവനന്തപുരത്തെ ആ വഴിയോരങ്ങളിൽ പോയി ചില നല്ല ആൾക്കാരെയും ദുഷ്ടന്മാരെയും എല്ലാം നിങ്ങൾ സ്വീകരിക്കുക അല്ലെങ്കിൽ വിളിക്കുക. I want you to see yourself in verse 10. 10ാമത്തെ വാക്യത്തിൽ നിങ്ങൾ നിങ്ങളെ തന്നെ കണ്ടാട്ടെ. Those slaves went out into the streets and gathered together all they found, both evil and good. ആ ദാസന്മാർ പെരുവഴികളിൽ പോയി കണ്ട ദുഷ്ടന്മാരെയും നല്ലവരെയും എല്ലാം കൂട്ടിക്കൊണ്ടുവന്നു. I was in that evil category. ഞാൻ ആ ദുഷ്ടന്മാരുടെ കൂട്ടത്തിലാണ്. I know most of you were from the good category. നിങ്ങളിൽ പലരും നല്ല ആ കൂട്ടത്തിലാണെന്ന് എനിക്കറിയാം. Yeah? Few might relate with me. നിങ്ങളിൽ ചിലർ മാത്രം എന്റെ കൂട്ടത്തിൽ വരാൻ ചാൻസ് ഉണ്ട്. Praise God, He just took all of us inside. ദൈവം നമ്മളെ എല്ലാവരെയും അതിനായിട്ട് സ്വീകരിച്ചതിനായിട്ട് ദൈവത്തിന് മഹത്വം. He just invited all of them. ദൈവം എല്ലാവരെയും വിളിച്ചു. And those who were evil danced and went inside, but those who were good had heartburns. ദുഷ്ടന്മാർ സന്തോഷത്തോടുകൂടെ അകത്തേക്ക് കയറി, എന്നാൽ നല്ല ആൾക്കാർക്ക് അല്പം ഒരു അലോസരം തോന്നിയിട്ടുണ്ടാകാം. Maybe, right? ചിലപ്പോൾ അല്ലേ? Can you imagine how would they have gone together, both evil and good together? അവര് രണ്ടുപേരും കൂടെ എങ്ങനെ ആ കല്യാണത്തിലേക്ക് കയറി എന്ന് ചിന്തിക്കാൻ കഴിയുമോ? You also, huh? Yeah, they would have pointed at me and they would have said that. നിനക്കും ഇതിലേക്ക് ക്ഷണമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടാകാം. Are you with me? But did not matter. എന്നാൽ അത് കുഴപ്പമില്ല. It depends on who is inviting them. ആര് ക്ഷണിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. It's the king who said, go invite everybody from the street. രാജാവാകുന്നു പറയുന്നത് വഴിത്തലക്കൽ പോയി സകലരെയും നിങ്ങൾ വിളിപ്പിൻ എന്നുള്ളത്. And so we joyfully went into the wedding. അതുകൊണ്ട് സന്തോഷത്തോടുകൂടെ നാം ഈ കല്യാണ സദ്യക്ക് വരികയാണ്. Now those who were on the streets really did not know that they need to go in a wedding cloth. ആ വഴിത്തലക്കലായിരുന്ന പലർക്കും അറിയുകയില്ലായിരുന്നു വിവാഹത്തിന് അനുയോജ്യമായുള്ള വസ്ത്രങ്ങൾ ധരിച്ച് അവിടെ പോകണമെന്ന് അറിയുകയില്ല. Because probably that's not the culture that they were in. കാരണം ഒരുപക്ഷെ അവരായിരുന്ന സംസ്കാരം അതായിരുന്നില്ല. Because primarily it was for the Jews, who were supposed to go in for the wedding dinner. കാരണം പ്രധാനമായിട്ട് ഈ കല്യാണശാല അല്ലെങ്കിൽ കല്യാണ സദ്യ ഒരുക്കിയിരുന്നത് യഹൂദർക്ക് വേണ്ടിയായിരുന്നു. Verse 11. 11ാമത്തെ വാക്യം. But when the king came in to look over the dinner guest, he saw a man there who was not dressed in wedding clothes. വിരുന്നുകാരെ നോക്കുവാൻ രാജാവ് അകത്തു വന്നപ്പോൾ കല്യാണ വസ്ത്രം ധരിക്കാത്ത ഒരു മനുഷ്യനെ അവിടെ കണ്ടു. All right, so probably these people did not know that they were supposed to be in wedding clothes. ഒരുപക്ഷേ ഈ വ്യക്തികൾക്ക് അറിയുകയില്ലായിരുന്നു കല്യാണ വസ്ത്രം ധരിച്ചാണ് ഇവിടെ വരേണ്ടത് എന്ന്. Now the servants called them in. കാരണം ദാസന്മാരെല്ലാവരും അകത്തേക്ക് വിളിച്ചു. They went out to the streets and called them in. വഴിത്തലക്കൽ പോയി അവരെ എല്ലാവരും വിളിച്ചു കൊണ്ടുവന്നു. They all came together. എല്ലാവരും അകത്തേക്ക് വന്നു. And as per the ritual, ഈ ആചാരപ്രകാരം a Middle Eastern ritual of a king's wedding, they will hand over a wedding cloth to them. മിഡിൽ ഈസ്റ്റ് ഉള്ള ഒരു രാജാവിൻ്റെതായിട്ടുള്ള കല്യാണ സദ്യയിലാണെങ്കിൽ അവർ ആവശ്യമായിരിക്കുന്ന കല്യാണ വസ്ത്രങ്ങൾ അവർക്ക് നൽകും. The cloth will be at par with the standards of the king. രാജാവിൻ്റെതായിട്ടുള്ള വസ്ത്രത്തോട് യോജിക്കുന്ന രീതിയിലുള്ള വസ്ത്രമായിരിക്കും ഇവർക്ക്. Because the king knows that these people cannot wear the dress, the wedding cloth according to his standards. കാരണം രാജാവിനറിയാം തന്റെ നിലവാരത്തിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുവാനുള്ള ശേഷി ഇവർക്കില്ല. So the clothes were arranged for them. അതുകൊണ്ട് വസ്ത്രങ്ങൾ ഇവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. Though it is just 1 or 2 verses which goes on very fast, but I believe there is a time gap from the time they were called from the streets to the wedding, because they have to clean themselves up. They have to change their clothes. They have to walk into the wedding room. 1-2 വാക്യങ്ങളിലാണ് ഇത് മുഴുവൻ പറയുന്നെങ്കിലും ഞാൻ വിശ്വസിക്കുന്നു അവിടെ ആവശ്യമായിരിക്കുന്ന സമയമുണ്ടായിരുന്നു. കാരണം അവർക്ക് വന്ന് അവരെ തന്നെ ശുദ്ധീകരിച്ച് അവർക്ക് ആ കല്യാണ സമയത്തേക്ക് അല്ലെങ്കിൽ കല്യാണശാലയിലേക്ക് പ്രവേശിക്കണമല്ലോ. Now those who were evil, I'm just thinking, okay, this is my assumption.
they would have grabbed the cloth because they would have never thought of getting a king's clothes. അപ്പോൾ ദുഷ്ടന്മാരായവരെ സംബന്ധിച്ച് ഞാൻ ചിന്തിക്കുകയാണ്, അവർ പെട്ടെന്ന് ആ വസ്ത്രം എടുത്തുണ്ടാകാം. കാരണം അവർ ചിന്തിക്കുന്നത് ഒരിക്കലും എനിക്ക് രാജാവിന്റെ വസ്ത്രം ലഭിക്കാനുള്ള സാധ്യതയേയില്ല. How many of you are excited about a king's garment? എത്ര പേർക്ക് ഒരു രാജാവിന്റെ വസ്ത്രത്തെ കുറിച്ച് വലിയൊരു ആവേശമുണ്ട്? I would have worn the king's garment. ഞാൻ എന്തായാലും ധരിച്ചേനെ. Because I would have thought I would never imagine wearing a king's garment. രാജാവിന്റെ ഒരു വസ്ത്രം ധരിക്കുവാനുള്ള സാധ്യത എനിക്ക് ഒരിക്കലും ലഭിക്കുകയില്ല. Now here it is, free of cost. ഇപ്പോൾ സൗജന്യമായിട്ട് അത് ലഭിച്ചിരിക്കുന്നു. Somebody has arranged it. ആരോ എനിക്ക് അതുവേണ്ടി ക്രമീകരിച്ചിരിക്കുന്നു. And the servants are trying to put it on me because I don't even know how to wear a garment. ദാസന്മാർ ഇപ്പോൾ അത് എന്നെ ഉടുപ്പിക്കുവാൻ നോക്കുകയാണ്, കാരണം അത് എങ്ങനെ ധരിക്കണം എന്ന് പോലും എനിക്ക് അറിയുകയില്ല. And now I am in a new garment over myself. ഇപ്പോൾ ഞാൻ പുതുവസ്ത്രം ധരിച്ചിരിക്കുന്നു. Now I'm getting into the wedding room. ഇപ്പോൾ ഞാൻ കല്യാണശാലയിലേക്ക് പ്രവേശിക്കുകയാണ്. It might feel a little funny, right? അത് ചിലപ്പോൾ നമുക്ക് വലിയൊരു തമാശയായിട്ട് തോന്നാം. Never worn a garment like that. ഇതുപോലൊരു വസ്ത്രം ഇതുവരെ ധരിച്ചിട്ടില്ല. Yeah, are you with me? എന്നോടൊപ്പമുണ്ടോ? We don't know how to walk with that garment too. ആ രാജവസ്ത്രം ധരിച്ച് എങ്ങനെ നടക്കണമെന്ന് നമുക്കറിയില്ല. But we are learning it. എന്നാൽ നാം പഠിക്കുകയാണ്. But we do not treat that garment with contempt. എന്നാൽ ഒരിക്കലും നാം പുച്ഛിച്ചുകൊണ്ട് നാം ആ വസ്ത്രത്തെ നോക്കുകയില്ല. We received it because we know we are not worthy of it. നമുക്ക് യോഗ്യതയില്ല എന്ന് അറിയുന്നത് കൊണ്ടാണ് നാം അത് സ്വീകരിച്ചത്. We received it because somebody gifted it out to us. നമുക്ക് വേണ്ടി ആരോ അത് ദാനമായി തന്നതുകൊണ്ട് നാം അത് സ്വീകരിച്ചു. Now in midst of all this, ഇതിന്റെ ഇടയ്ക്ക് there was one man, ഒരു വ്യക്തി, who came without the wedding clothes. കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ കണ്ടു. Now I want to characterize this person. I want you to visualize this person. ഈ വ്യക്തിയെ കുറിച്ച് ഒന്ന് ചിന്തിച്ചാട്ടെ. He was there when they were inviting them inside. എല്ലാവരെയും അകത്തേക്ക് വിളിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. He was also walking with the rest. താനും മറ്റുള്ളവരുടെ കൂടെ നടക്കുകയാണ്. He was there in that counter, probably taking the garment. അപ്പം കല്യാണ വസ്ത്രം നൽകുന്ന കൗണ്ടറിൽ അദ്ദേഹം ഉണ്ടായിരുന്നു. Because I'm my imagination, not there in the scripture. Because if you would have rejected it there, they would have said, no, you are out. കാരണം അദ്ദേഹം അത് വേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ അപ്പോൾ തന്നെ ആ കൗണ്ടറിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കിയേനെ. Is it fair to imagine that way? അല്ല, ഞാനത് ചിന്തിക്കുകയാണ്, അത് ശരിയായിരിക്കുമോ? He took that packet. അപ്പോൾ അദ്ദേഹം ആ കല്യാണ വസ്ത്രത്തിന്റെ പാക്കറ്റ് മേടിച്ചു. Saw everybody wearing it. എല്ലാവരും അത് ധരിക്കുന്നത് കണ്ടു. He would have said, I don't need it. എനിക്ക് അതിന്റെ ആവശ്യമുണ്ടെന്ന് തോന്നില്ല എന്ന് പറയുകയാണ്. I'm good the way I am. ഞാൻ ആയിരിക്കുന്ന രീതിയിൽ ഞാൻ മികച്ച വ്യക്തിയായിരിക്കുന്നു. This is how I am. ഞാൻ ഇങ്ങനെ ആയിരിക്കുന്നുവല്ലോ. I like to be myself. ഞാൻ എന്നെ പോലെ തന്നെ, ഞാൻ എന്റെ രീതി തന്നെ ഇഷ്ടപ്പെടുന്നു. This is my nature. ഇതാകുന്നു എന്റെ സ്വഭാവം. I'm good the way I am. ഞാൻ ആയിരിക്കുന്ന രീതിയിൽ തന്നെ ഞാൻ നല്ല വ്യക്തിയാകുന്നു. Some of you are able to recollect these are phrases that we use as well. നമ്മൾ ഈ പറയുന്ന ഈ വാക്കുകളെല്ലാം നിങ്ങളിൽ ചിലർക്ക് ചിന്തിക്കുവാൻ കഴിയുന്നുണ്ട്. I don't need a new garment. എനിക്കൊരു പുതിയ വസ്ത്രത്തിന്റെ ആവശ്യമില്ല. I'm okay the way I am. ഞാൻ ആയിരിക്കുന്ന രീതി നല്ലതാകുന്നു, എനിക്കതിന്റെ അത് മതി. So to get in, probably he took that garment. അകത്ത് കയറാൻ വേണ്ടി അദ്ദേഹം ആ വസ്ത്രം മേടിച്ചു. Now, how did he manage from there till the dining room without having the garment? അപ്പോൾ ആ കല്യാണ വസ്ത്രം ധരിക്കാതെ അവിടെ നിന്ന് ആ സദ്യയുടെ സ്ഥലം വരെ അദ്ദേഹം എങ്ങനെ എത്തിപ്പറ്റി? Do you really want to know? നിങ്ങൾക്ക് അറിയണോ? Do you really want to know? നിങ്ങൾക്ക് അറിയണോ? Ask him when you meet him. നിങ്ങൾ രാജാവിനെ കണ്ടുമുട്ടുമ്പോൾ ചോദിച്ചാൽ. Sorry, poor dad jokes. I don't know, but I'm thinking, these are my imagination. When he's coming near the guard, probably he wore it. Guard is not there, he removed it. ഞാൻ ചിന്തിക്കുകയാണ്, അതായത് കാവൽ ഭടനെ എല്ലാം കാണുന്ന സമയത്ത് അദ്ദേഹം പെട്ടെന്ന് ധരിക്കും, അത് കഴിയുമ്പോഴത്തേക്ക് പോരും. Or he might have walked between people in a way that nobody would see him. അല്ലെങ്കിൽ കല്യാണ വസ്ത്രം ധരിച്ചിരിക്കുന്ന വ്യക്തികളുടെ ഇടയിലൂടെ മറ്റാരും തന്നെ കാണാതെ അദ്ദേഹം നടക്കുകയാണ്. I want us to reflect, that is how some of us do life. നമ്മൾ ചിന്തിക്കുവാൻ വേണ്ടി ഞാൻ ഓർപ്പിക്കുകയാണ്, നമ്മളിൽ ചിലർ അങ്ങനെയാണ് ജീവിക്കുന്നത്. When God called us, he's covered us with a cloth of righteousness. ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നീതിയുടെ വസ്ത്രത്താൽ ദൈവം നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നു. I want you to imagine he's wrapped us with a cloth of righteousness. ദൈവം ആ നീതിയുടെ വസ്ത്രത്താൽ നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നു. Because with our righteousness we can never
never stand before God. കാരണം നമ്മുടേതായിട്ടുള്ള നീതി കാരണം അല്ലെങ്കിൽ നീതി കൊണ്ട് ദൈവത്തിന് മുമ്പാകെ നമുക്ക് ഒരിക്കലും നിൽക്കുവാൻ കഴിയുകയില്ല. Bible says our righteousness is like filthy rags. തിരുവചനം പറയുന്നത് നമ്മുടേതായിട്ടുള്ള നീതി എന്ന് പറയുന്നത് കീറിയിരിക്കുന്ന നശിച്ചു നാറിയിരിക്കുന്നതായിട്ടുള്ള പഴന്തുണി പോലെയാണ്. I tried to search what is the definition of this filthy rags. ഞാൻ അപ്പോൾ ഇങ്ങനെയുള്ള ആ മോശമായിട്ടുള്ള തുണി എന്ന് പറയുന്നത് എന്താണ് എന്ന് ഞാനത് പരിശോധിക്കുകയായിരുന്നു. Two narratives in Google when I did a Google search about what this filthy rags are. ഈ പഴന്തുണി അല്ലെങ്കിൽ മോശമായിട്ടുള്ള തുണി എന്ന് പറയുന്നതിനെ കുറിച്ച് രണ്ട് നിർവചനങ്ങൾ ഉണ്ടായിരുന്നു ഗൂഗിളിൽ. And I cannot even talk about it in the house of God. അത് ദൈവഭവനത്തിൽ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലുമുള്ള യോഗ്യതയില്ല. In fact, filthy rags sounds really, good. കാരണം ഈ പഴന്തുണി അല്ലെങ്കിൽ മോശമായിട്ടുള്ള ഈ തുണിയുടെ കഷ്ണം എന്ന് പറയുന്നത് വളരെ നല്ല രീതിയിലാണ്. When we speak here, നാം ഇവിടെ പറയുമ്പോൾ അതിനെന്തോ ഒരു നന്മ ഉണ്ടെന്ന് തോന്നുന്നു. But the actual depiction of what a filthy rag is really dirty that we cannot even talk about it here. എന്നാൽ അതിനെക്കുറിച്ചുള്ള ശരിയായിട്ടുള്ള നിർവചനം എന്ന് പറയുന്നത് ഈ സഭയിൽ സംസാരിക്കുവാൻ പോലും കഴിയാത്ത രീതിയിൽ വളരെ മോശമാണ്. That is our righteousness in God's presence. അതാകുന്നു ദൈവ സാന്നിധ്യത്തിലുള്ള നമ്മുടെ നീതി എന്ന് പറയുന്നത്. And that's the reason God in his great love, he wraps us with a cloth of righteousness. അതുകൊണ്ടാകുന്നു ദൈവം തൻ്റെതായിട്ടുള്ള നീതി കൊണ്ട് നമ്മെ ഉടുപ്പിക്കുന്നത്. And when we surrendered our life to the Lord, the righteous, നാം ഈ നീതിയായിരിക്കുന്ന ദൈവത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തെ വിധേയപ്പെടുത്തുമ്പോൾ he knows we cannot come up to his standards. ദൈവത്തിന് അറിയാം നമുക്ക് ദൈവത്തിന്റെ നിലവാരത്തിലേക്ക് ഉയരുവാൻ കഴിയുകയില്ല. So he sent his son to our standard. അതുകൊണ്ട് തന്റെ പുത്രനെ നമ്മുടെ നിലവാരത്തിലേക്ക് അയക്കുകയാണ്. Who met all the righteous requirement of God. ഈ ദൈവത്തിന്റെ എല്ലാ നീതിയുടേതായിട്ടുള്ള യോഗ്യതകളും ഉള്ള ഈ ദൈവം. And his son paid a price for buying us our righteousness. നമ്മുടെ നീതി നമുക്ക് ലഭിക്കത്തക്കവണ്ണം തന്നെത്താൻ ഈ പുത്രൻ മറുവിലയായി തന്നെ നൽകി. And then that righteousness of Christ is what he wraps us out. ഈ യേശുക്രിസ്തുവിനതായിട്ടുള്ള ആ നീതിയാണ് ദൈവം നമ്മെ ഉടുപ്പിച്ചിരിക്കുന്നത്. So that when we stand before the Father, he does not see our righteousness, but he can see only the righteousness of Christ Jesus. അതുകൊണ്ട് നാം ദൈവത്തിന് മുമ്പാകെ നിൽക്കുമ്പോൾ നമ്മുടെ നീതി അല്ല ദൈവം കാണുന്നത്, എന്നാൽ യേശുക്രിസ്തുവിന്റെ നീതിയാകും. And by doing that, he's prepared us for the great wedding. അങ്ങനെ ദൈവം നമ്മെ ഉടുപ്പിക്കുമ്പോൾ ആ വലിയ വിവാഹ സദ്യയ്ക്ക് വേണ്ടി ഒരുക്കുകയാണ്. And we are like that good and evil men, we are all wrapped in the righteousness of Christ and we are going towards the great wedding. അങ്ങനെ ആ നല്ലവരും ദുഷ്ടരുമായിരിക്കുന്നവരെ വിളിച്ചതുപോലെ നാം എല്ലാവരും ഈ രാജവസ്ത്രം ധരിച്ച് നാം പോവുകയാണ്. For those who have not worn the cloth of righteousness, I would encourage you to put on the garment of righteousness. എന്നാൽ ഈ നീതിയുടെ വസ്ത്രം ധരിച്ചിട്ടില്ലാത്തവരെ ഞാൻ പ്രത്യേകമായിട്ട് താല്പര്യപ്പെടുത്തുകയാണ്, നിങ്ങൾ അത് ഉടുക്കണം. For those who have worn, who has accepted this cloth of righteousness, now keep yourself covered and walk till you reach the day of wedding. എന്നാൽ ആ നീതിയുടെ വസ്ത്രം സ്വീകരിച്ചിരിക്കുന്നവരാണെങ്കിലോ അത് നിങ്ങൾ ഉടുത്തുകൊണ്ട് കർത്താവിന്റെ വരവോളം നിങ്ങൾ മുന്നേറുക. It is not that one day you remove it and one day you wear it. ഇത് ഒരു ദിവസം ഉടുക്കുകയും അടുത്ത ദിവസം നിങ്ങൾ അഴിക്കുകയും ചെയ്യേണ്ട വസ്ത്രമല്ല. We do not do things to be righteous, but we are righteous, and because of which we do many things. നാം നീതീകരിക്കപ്പെടുവാൻ വേണ്ടി പ്രവർത്തികൾ ചെയ്യുകയല്ല, എന്നാൽ നാം നീതീകരിക്കപ്പെട്ടിരിക്കുന്നതിനാൽ നാം ദൈവത്തിന്റെ രീതിയിൽ കാര്യങ്ങളെ ചെയ്യുന്നു. Let's not be like that one person in that wedding who did not have the garment. ആ വസ്ത്രമില്ലാത്ത ആ വിവാഹ സദ്യയ്ക്ക് വന്ന വ്യക്തിയെ പോലെ നാം ആകരുത്. What he did on his way, I don't know. അദ്ദേഹം എന്താ തന്റെ വഴിയിൽ ചെയ്തു അതെനിക്ക് അറിയുകയില്ല. But there is a possibility that we wear the cloth of righteousness and we can remove it. എന്നാൽ നാം ധരിക്കുന്ന ഈ നീതിയുടെ വസ്ത്രം ഊരി മാറ്റുവാനുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. There is a possibility that we have received the cloth of righteousness and we have kept it somewhere without wearing it. നമുക്ക് നീതിയുടെ വസ്ത്രം ലഭിച്ചിരിക്കുന്നു, എന്നാൽ അത് ധരിക്കാതെ എവിടെയെങ്കിലും വെക്കുവാനായിട്ടുള്ള സാധ്യതയുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. You know what the king did? നിങ്ങൾക്കറിയാമോ രാജാവ് എന്ത് ചെയ്തു എന്ന്? Verse 13. 13ാമത്തെ വാക്യം. Then the king said to the servants, രാജാവ് ശുശ്രൂഷകരോട്, bind him ഇവനെ കെട്ടിയിടുവിൻ, hand and foot, ഇവനെ കൈയും കാലും കെട്ടി throw him out the outer darkness. ഏറ്റവും പുറത്തുള്ള ഇരുട്ടിൽ തള്ളിക്കളഞ്ഞു. In that place there will be weeping and gnashing of teeth. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. When God did this,
he is still right. ദൈവം ഇത് ചെയ്തപ്പോൾ അപ്പോഴും ദൈവം നീതിയുള്ള ദൈവമാകും. When he saw the rebellious heart of rejecting the righteousness of God, he has a justice that would come into play, and his justice there was right. ദൈവത്തിൻ്റെതായിട്ടുള്ള ആ നീതിയെ തള്ളിക്കളയുന്നതായിട്ടുള്ള മറുതലിക്കുന്ന ഹൃദയത്തെ കണ്ടപ്പോൾ ദൈവത്തിന്റെ ന്യായം ദൈവത്തിന് അവിടെ ചെയ്യേണ്ടി വന്നു. ദൈവത്തിന്റെ ന്യായം എപ്പോഴും നീതിയുള്ളതാകും. It's one thing to surrender to God. ദൈവത്തിന് വിധേയപ്പെടുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്. It's another thing to say submitted in our walk with the Lord. എന്നാൽ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ദൈവത്തിന് കീഴ്പ്പെട്ട് നടക്കുക എന്ന് പറയുന്നത് മറ്റൊരു കാര്യമാണ്. Surrender could be an act on a particular day. വിധേയപ്പെടുക എന്ന് പറയുന്നത് ഒരു ദിവസമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമായിരിക്കാം. But submission is putting on the cloth of righteousness every day and walking with the Lord. എന്നാൽ വിധേയപ്പെട്ട് ജീവിക്കുക എന്ന് പറയുന്നത് ഈ നീതിയുടെ വസ്ത്രം ധരിച്ച് അനുദിനം ദൈവ വഴികളിൽ നടക്കുക എന്നുള്ളതാണ്. I want to read a scripture from Jeremiah 23:1-6. യിരെമ്യാവിന്റെ പുസ്തകം 23-ാം അധ്യായത്തിന്റേതായിട്ടുള്ള 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം. That's where the first mention of the Lord is our righteousness. ദൈവം നമ്മുടെ നീതിയാകുന്നു എന്നുള്ളതിന്റെ ആദ്യത്തെ പരാമർശം സംഭവിച്ചിരിക്കുന്നത് ആ വാക്യത്തിലാകുന്നു. I will read through verse 6. 6 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കാം. In his days, Judah will be saved and Israel will dwell securely. By the way, this is talking about a time like this. ഇതുപോലെയുള്ള ഒരു സമയത്തെക്കുറിച്ചാകുന്നു ഇത് പറയുന്നത്. അവന്റെ കാലത്ത് യഹൂദ രക്ഷിക്കപ്പെടും, ഇസ്രായേൽ നിർഭയമായി വസിക്കും. And this is his name by which he will be called, the Lord our righteousness. അവന് യഹോവ നമ്മുടെ നീതി എന്ന് പേർ പറയും എന്ന് യഹോവയുടെ അരുളപ്പാട്. Jeremiah was prophesying in Jeremiah 23 for a day like this where his children will call out his name, and his name is the Lord is our righteousness. യിരെമ്യാവ് ഇതുപോലെയുള്ള ഒരു സമയത്ത് പ്രവചിക്കുകയാകുന്നു. ഈ ദൈവത്തിന്റെ പുത്രന്മാർ ഈ ദൈവത്തെ ഇങ്ങനെ വിളിക്കും, യഹോവ നമ്മുടെ നീതി എന്ന് വിളിക്കുമോ. Where his children will realize that our righteousness does not fit into his standard, so he gave his son to buy us back into his family, that we will call the Lord is our righteousness. ഈ ദൈവത്തിന്റെ പുത്രന്മാർ മനസ്സിലാക്കുകയാണ്, അതായത് നമ്മുടെ നീതി ദൈവത്തിന്റെ നിലവാരത്തോട് ചേർത്ത് വെക്കുവാൻ കഴിയുകയില്ല, അപ്പോൾ ഈ ദൈവം തന്നെ ആകുന്നു നമ്മുടെ നീതി എന്ന് അവർ വിളിച്ചു പറയും. So we don't strive towards being righteous before God. അതുകൊണ്ട് ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെടുവാനായിട്ട് നാം ബുദ്ധിമുട്ടുകയില്ല. We can never be righteous with God നമുക്ക് ഒരിക്കലും നമ്മുടെ പ്രവൃത്തികൾ കൊണ്ട് ദൈവത്തിന് മുമ്പാകെ നീതീകരിക്കപ്പെടുവാൻ കഴിയുകയില്ല unless we receive the righteousness from God. ദൈവത്തിന്റെ നീതി സ്വീകരിക്കുമ്പോൾ മാത്രമേ നീതീകരിക്കപ്പെടുവാൻ So കഴിയൂ. as his sons we declare his name, Jehovah Tsidkenu. അതുകൊണ്ട് ദൈവത്തിന്റെ മക്കളായിരിക്കുന്ന നാം ദൈവത്തിന്റെ ഈ നാമം നമുക്ക് വാഴ്ത്തി പറയാം, അതായത് യഹോവ സിദ്കനു. The Lord is our righteousness. യഹോവ നമ്മുടെ നീതി. Can you tell that loudly? Lord is our righteousness. നമുക്ക് ഉറക്കെ പറയുവാൻ കഴിയുമോ? ദൈവം നമ്മുടെ നീതിയാകും. Loudly, Lord is my righteousness. നമുക്ക് ഉറക്കെ പറയുവാൻ കഴിയുമോ? ദൈവം നമ്മുടെ നീതിയാകും. I want you to recognize that you have been wrapped by a cloth of righteousness. നിങ്ങളത് മനസ്സിലാക്കിയാട്ട് നീതിയുടെ വസ്ത്രം കൊണ്ട് ദൈവം നിങ്ങളെ ഉടുപ്പിക്കുന്നു. And that cloth was not given to you because of what you did, but the cloth was given to you because of his great love, and he knows only that standard will take us to the presence of God. ഈ വസ്ത്രം നിങ്ങൾക്ക് നൽകപ്പെടുന്നത് നിങ്ങളുടെ പ്രവൃത്തിയുടെ മേന്മ മുഖാന്തരമല്ല, എന്നാൽ ദൈവത്തിന്റെ സ്നേഹം കാരണമാകുന്നു. അത് മാത്രമേ ദൈവത്തിന് മുമ്പാകെ നമുക്ക് നീതി നൽകുകയുള്ളൂ. I want you to close your eyes. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. Close your eyes. നിങ്ങളുടെ കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. I want you to know the Lord is wrapping you with a cloth of righteousness. ദൈവം നീതിയുടെ വസ്ത്രം കൊണ്ട് നിങ്ങളെ ഉടുപ്പിക്കുന്നു. Preparing you for the great wedding day. മഹത്തായിട്ടുള്ള ആ വിവാഹ ദിനത്തിനു വേണ്ടി. You can never stand before God without that cloth of righteousness. ആ നീതിയുടെ വസ്ത്രമില്ലാതെ ഒരിക്കലും നിങ്ങൾക്ക് ദൈവമുമ്പാകെ നിൽക്കുവാൻ കഴിയുകയില്ല. This morning, if you have never before received the cloth of righteousness, the Lord is gifting it to you if you believe in what Jesus did on the cross. ഈ പ്രഭാതത്തിൽ നിങ്ങൾ ചിന്തിക്കുകയാണ്, ഞാൻ ഇന്നുവരെ ഈ നീതിയുടെ വസ്ത്രം ധരിച്ചിട്ടില്ല എന്ന് ചിന്തിക്കുന്നുവെങ്കിൽ
യേശുക്രിസ്തു ക്രൂശിൽ എന്ത് ചെയ്തുവോ അത് മുഖാന്തരം ദൈവം നിങ്ങൾക്ക് ആ വസ്ത്രം നൽകുവാൻ ആഗ്രഹിക്കുന്നു. So you receive it joyfully this morning. അതുകൊണ്ട് ഈ പ്രഭാതത്തിൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി അത് സ്വീകരിച്ചു. He's not asking you to pay for the cloth of righteousness. His son has paid for it. ആ വസ്ത്രത്തിന് വേണ്ടി നിങ്ങൾ ഒരു വില കൊടുക്കണമെന്ന് ദൈവം നിങ്ങളോട് ചോദിക്കുന്നില്ല. കാരണം ദൈവത്തിന്റെ പുത്രനായ യേശു അതിനു വേണ്ടി വില നൽകിയിരിക്കുന്നു. Come on, receive the cloth of righteousness. ആ നീതിയുടെ വസ്ത്രം നിങ്ങൾ സ്വീകരിക്കുക. Receive the cloth of righteousness. ആ നീതിയുടെ വസ്ത്രം നിങ്ങൾ സ്വീകരിക്കുക. When Adam and Eve sinned, first thing that the Lord did was to cover them. മനുഷ്യർ പാപം ചെയ്തപ്പോൾ ആദ്യം ദൈവം ചെയ്ത കാര്യം അവരെ ഉടുപ്പിക്കുക എന്നുള്ളതാണ്. And in this cloth of righteousness all your sins has been covered. ഈ നീതിയുടേതായിട്ടുള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുമ്പോൾ നിങ്ങളുടെ പാപങ്ങളെല്ലാം ദൈവം അതിനെ മറയ്ക്കുകയാണ്. And you are standing right before God. നിങ്ങൾ ദൈവമുമ്പാകെ നിൽക്കുന്നു. There is no voice that can accuse you. നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ശബ്ദവുമില്ല. There is no voice that can accuse you. നിങ്ങളെ കുറ്റപ്പെടുത്തുവാൻ കഴിയുന്ന ഒരു ശബ്ദവുമില്ല. There is no burden, no guilt, no shame of the past because you have been covered by the cloth of righteousness. കഴിഞ്ഞ കാലത്തെ സംബന്ധിച്ചുള്ള യാതൊരു കുറ്റബോധവുമില്ല, യാതൊരു കുറ്റാരോപണവുമില്ല. കാരണം നിങ്ങൾ ദൈവത്തിന്റെ നീതിയാകുന്ന വസ്ത്രം കൊണ്ട് ഉടുപ്പിക്കപ്പെട്ടിരിക്കുന്നു. Because Jehovah is Jehovah Tsidkenu for you, you will be known as the righteous of God. യഹോവ നിങ്ങൾക്ക് യഹോവ സിദ്കനു ആയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ ദൈവത്തിന്റെ നീതി എന്നറിയപ്പെടും. Let this sink in your spirit. ഇത് നിങ്ങളുടെ ആത്മാവിലേക്ക് ഇറങ്ങട്ടെ. Don't strive to be righteous before God, ദൈവമുമ്പാകെ നീതീകരിക്കപ്പെടുവാനായിട്ട് നിങ്ങൾ കഷ്ടപ്പെടരുത്. but receive the righteousness of God. എന്നാൽ ദൈവത്തിൻ്റെതായിട്ടുള്ള നീതി നിങ്ങൾ സ്വീകരിക്കുക. Walk with the righteousness of God. ദൈവത്തിന്റെ നീതിയോട് ചേർന്ന് നടക്കുക. Don't compromise with what God has given to you. ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നതിനെ നിങ്ങൾ ഒരു കേവലമായി നിസ്സാരമായി കാണരുത്. Keep this garment all the time. ഈ വസ്ത്രം നിങ്ങൾ എല്ലായ്പ്പോഴും സൂക്ഷിക്കുക. Operate out of this garment. ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് നിങ്ങൾ ജീവിക്കുക, പ്രവർത്തിക്കുക. Live as per the standard of this garment. ഈ വസ്ത്രത്തിൻ്റെതായുള്ള നിലവാരത്തിനനുസരിച്ച് ജീവിക്കുക. Because he is Jehovah Tsidkenu. കാരണം ഈ ദൈവം യഹോവ സിദ്കനുവാണ്. Hallelujah. Hallelujah. Father, we just want to submit ourselves to your hands. പിതാവേ, ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. We want to be are grateful for the cloth of righteousness that you have covered us with. കർത്താവേ, ഞങ്ങളെ അങ്ങ് ഉടുപ്പിച്ചിരിക്കുന്ന നീതിയുടെ വസ്ത്രത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു. But help us walk with the cloth of righteousness, not compromising on it at all. കർത്താവേ, ആ വസ്ത്രത്തെ നിസ്സാരമായി കാണാതെ അതിന് യോഗ്യമാവണ്ണം നടക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Spirit of God, enable us to walk out of the righteousness. ദൈവത്തിന്റെ ആത്മാവേ, ഞങ്ങളുടെ നീതിയിൽ ഞങ്ങളുടെ അല്ലെങ്കിൽ അങ്ങയുടെ നീതിയിൽ തന്നെ മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. Thank you, Lord. നന്ദി കർത്താവേ. In Jesus' name we pray. യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.